ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്. KPCCയുടെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ച് ഇപ്പോൾ നടക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. രാജ്ഭവനിലേക്കാണ് മാർച്ച്. കഴിഞ്ഞ ദിവസം പ്രതിനിധി സംഘം UDF MP-മാരുടെ പ്രതിനിധി സംഘം ജയിലിലെത്തി കന്യാസ്ത്രീകളെ കണ്ടിരുന്നു. കൂടാതെ ഇന്നിപ്പോൾ LDF പ്രതിനിധി സംഘവും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ രാജ്ഭവന് മുന്നിലേക്ക് കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്. KPCCയുടെ രാജ്ഭവൻ മാർച്ച്. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, മുതിർന്ന നേതാക്കൾ, KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉള്ളവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഈ മാർച്ചിൽ. വിവരങ്ങൾ ശ്രീജിത്ത്. അനുജ, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അകാരണമായി ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ചാണ് KPCC തലസ്ഥാനത്ത് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നിന്ന് പ്രതിഷേധ നടത്തം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. രാജ്ഭവന്റെ മുന്നിൽ ബാരിക്കേഡ് കെട്ടി പോലീസ് ഈ പ്രതിഷേധ നടത്തം തടയുകയാണ് ഇപ്പോൾ കാണുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശനും, പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല, മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ അടക്കമുള്ള എല്ലാ പ്രധാന നേതാക്കളും അണിനിരക്കുന്ന പ്രതിഷേധ നടത്തമാണ് ഇപ്പോൾ രാജ്ഭവന് മുന്നിലേക്ക് എത്തുന്നത്. രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ഇതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇവിടെ പ്രതിഷേധ നടത്തം KPCC സംഘടിപ്പിച്ചിരിക്കുന്നത്. AICCയുടെ കേരളത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയും മുൻ KPCC അധ്യക്ഷന്മാരായ KM മുരളീധരൻ, MM ഹസൻ അടക്കമുള്ള എല്ലാ പ്രധാന നേതാക്കളും ഈ പ്രതിഷേധ നടത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ ബാരിക്കേഡ് വെച്ച ഈ പ്രതിഷേധ നടത്തം പോലീസ് തടഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനകം നേതാക്കൾ ഇവിടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. KPCCയിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. മുതിർന്ന നേതാക്കൾ എല്ലാവരും ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. നേതാക്കളുടെ പ്രതികരണത്തിലേക്കാണ് ഇനി. KPCC അധ്യക്ഷനുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, രമേശ് ചെന്നിത്തല, VM സുധീരൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ എല്ലാവരുമുണ്ട്. വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് UDF MP-മാരുടെ പ്രതിനിധി സംഘം ജയിലിലെത്തി കന്യാസ്ത്രീകളെ കണ്ടത്. ബഹുമാന്യരായ നേതാക്കന്മാരെ, രാജ്ഭവനിലേക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ പ്രതിഷേധ നടത്തം, പ്രൊട്ടസ്റ്റ് വാക്ക് സംഘടിപ്പിച്ചതിന്റെ കാരണം നമുക്കേവർക്കും അറിവുള്ളതാണ്. ഇന്ത്യൻ ജനാധിപത്യം വലിയ അപകടകരമായ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.